പൊളിറ്റിക്സ് കേരള ചിലതരം രഹസ്യങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. പൊളിറ്റിക്സ് കേരളയുടെ രഹസ്യങ്ങൾ പരസ്യമാണ്. പരസ്യമായൊരു രഹസ്യമാണ് പറയുന്നത്. പരസ്യമായ രഹസ്യം പറയുമ്പോൾ അതിൽ അതിശയോക്തിയുമില്ല. പക്ഷേ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് ഞാൻ പറയുമ്പോൾ അതിൽ അതിശയോക്തി തോന്നേണ്ട കാര്യമില്ല. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും ക്യാബിനറ്റ് മന്ത്രിയാകുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അത് കൊല്ലത്ത് നിന്ന് മത്സരിക്കുന്ന എൻ.കെ. പ്രേമേന്ദ്രൻ. എൻ.കെ. പ്രേമേന്ദ്രൻ ജയിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. 100ൽ 101% ഉറപ്പാണ്. കാരണം എൻ.കെ. പ്രേമേന്ദ്രന് ബദലായി നിർത്തിയിരിക്കുന്നത് നമ്മുടെ ചലച്ചിത്ര താരം എം മുകേഷിനെയാണ്. ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു ജനപ്രതിനിധി. കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ക്വാളിറ്റി ഇല്ലാത്ത ജനപ്രതിനിധി എന്ന് വേണമെങ്കിൽ മുകേഷിനെ വിശേഷിപ്പിക്കാം. മുകേഷൊക്കെ സുരേഷ് ഗോപിക്ക് കണ്ടു പഠിക്കണം. മുകേഷിനെ ഉപദേശിക്കാനല്ല ഈ വീഡിയോ. മുകേഷിനെ എൻ.കെ. പ്രേമേന്ദ്രൻ തോൽപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. എൻ.കെ. പ്രേമേന്ദ്രൻ മുകേഷിനെ തോൽപ്പിച്ച് ലോക്സഭ അംഗമാകും, എം പി ആകും എന്നതും ഉറപ്പാണ്. മറ്റൊന്ന്, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ RSPയുടെ നോമിനി എന്ന പേരിൽ എൻ.കെ. പ്രേമേന്ദ്രന് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കും. അതല്ല, മോദി സർക്കാരാണ്, അതായത് മോദിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള NDA ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ എൻ.കെ. പ്രേമേന്ദ്രന് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ചാടും. എൻ.കെ. പ്രേമേന്ദ്രൻ ചാടും. RSP എന്നത് ശോഷിച്ച് ഈ ഭാരതപ്പുഴ ശോഷിച്ച് ചില കൈവഴികളായിട്ട് ഒഴുകും. അതുപോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇപ്പോൾ RSP. കേരളത്തിൽ RSPക്ക് ഒരു നിലനിൽപ്പുമില്ല. കേരളത്തിൽ RSPക്ക് ഒരു പ്രാതിനിധ്യവുമില്ല. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എൻ.കെ. പ്രേമേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ മോദി ഭക്തി മുമ്പേ അദ്ദേഹം വെളിവാക്കിയിട്ടുണ്ട്. മോദിയുടെ വിരുന്നിലൊക്കെ പങ്കെടുത്തു. അത് വിവാദമായപ്പോൾ പറഞ്ഞു, ഞാൻ മോദിയുടെ വിരുന്നിൽ പങ്കെടുത്ത അദ്ദേഹം ക്ഷണിച്ചുകൊണ്ടാണ്, അല്ലാതെ ഞാൻ അങ്ങോട്ടൊന്നും പോകില്ല, ഞാൻ കാവിക്കൊടിയുടെ കീഴിലേക്കേ പോകില്ല. പക്ഷെ പോകും പ്രേമചന്ദ്രൻ എന്നാണ് BJPയിലെ ഉന്നത നേതാക്കളുടെ സംസാരം. ഓപ്പറേഷൻ താമര അരിയുന്നത് കൈപ്പത്തിയോ അരിവാളിനെയോ ഒന്നുമല്ല, സാക്ഷാൽ മൺവെട്ടിയാണ്. മൺവെട്ടിയും മൺകോരയും ഒരു കാലത്ത്, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ചിഹ്നമായിരുന്നു. എന്റെ കുട്ടിക്കാലം പേട്ടയിലാണ്, തിരുവനന്തപുരം പേട്ടയിൽ. കെ പങ്കജാക്ഷന്റെ നേതൃത്വത്തിൽ RSP കരുത്താർജിച്ച കാലം. മൺവെട്ടിയും മൺകോരയും ഒക്കെയായി RSP അരങ്ങുവാണ കാലം. കെ പങ്കജാക്ഷനും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ചന്ദ്രചൂഡൻ മാഷും, സഖാവെന്ന് പറയുന്നത് ക്ഷമിക്കുക, ചന്ദ്രചൂഡൻ മാഷും ഒക്കെ ചേർന്നൊരുക്കിയ ഒരു പ്രസ്ഥാനമാണ് RSP. കൗമുദി വാരികയിലൂടെ കൗമുദി പത്രാധിപർ കെ ബാലകൃഷ്ണൻ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് RSP. കെ പങ്കജാക്ഷനും ചന്ദ്രചൂഡനും കണ്ടെത്തിയ യുവതുർക്കിയാണ് പ്രേമേന്ദ്രൻ യുവതുർക്കിയായി വന്നപ്പോൾ സാക്ഷാൽ ബേബി ജോൺ പോലും പാർട്ടി വിട്ടുപോകുന്ന അവസ്ഥ വന്നു. ഷിബു ബേബി ജോണൊക്കെ UDFിലേക്ക് ചേക്കേറുന്ന അവസ്ഥ വന്നു. മാറുന്ന രാഷ്ട്രീയ കാലഘട്ടത്തിൽ, മാറുന്ന രാഷ്ട്രീയ കാലയളവിൽ ഷിബു ബേബി ജോണും പ്രേമേന്ദ്രനും ഒക്കെ കൈകൊടുത്ത് നിൽക്കുന്നു. ഷിബു ബേബി ജോൺ RSPയിൽ നിന്ന് ലീവ് എടുക്കാനൊക്കെ തീരുമാനിച്ചിരുന്നു. കാരണം ഒരു വിലയും ഇല്ല UDFില്. കാരണം പിന്നിൽ വോട്ടില്ലെന്നേ. ഇത്തവണയും തോറ്റു ഷിബു ബേബി ജോൺ ചവറയിൽ. അപ്രതീക്ഷിതമായ പരാജയമൊന്നും പറയാൻ പറ്റില്ല, നല്ല പരാജയമാണ് സംഭവിച്ചത്. ഷിബു ബേബി ജോണൊക്കെ എന്താ പറയാ, കട്ടയിലൊതുങ്ങി, ഗോഡൌണിലൊതുങ്ങി. ഇപ്പോൾ RSPയുടെ മുഖം എന്ന് പറഞ്ഞാൽ എൻ.കെ. പ്രേമേന്ദ്രൻ. ആ എൻ.കെ. പ്രേമേന്ദ്രൻ ജയിച്ചാൽ ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. അത് ഇന്ത്യ മുന്നണിയുടെ ക്യാബിനറ്റ് മന്ത്രിയാകാം, ഇന്ത്യയുടെ ക്യാബിനറ്റ് മന്ത്രിയാകാം. തോറ്റാലും ക്യാബിനറ്റ് മന്ത്രിയാകും. അതും ഇന്ത്യ മുന്നണിയുടെ രാജ്യസഭാ സീറ്റ് നേടി അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിയാകും. അല്ലെങ്കിൽ ഇന്ത്യയുടെ രാജ്യസഭാ അംഗമായി അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിയാകും. ഇതാണ് എൻ.കെ. പ്രേമേന്ദ്രന്റെ അവസ്ഥ.
എൻ കെ പ്രേമേന്ദ്രൻ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട്. RSPയിൽ വന്നതിൽ വെച്ച് ഏറ്റവും ഗുണം കിട്ടിയ ഒരു നേതാവ് ആരെന്ന് ചോദിച്ചാൽ പൊളിറ്റിക്സ് കേരള പറയും എൻ കെ പ്രേമേന്ദ്രൻ. ഷിബു ബേബി ജോണിന് പറയാനുള്ള ഒരു ചരിത്രമുണ്ടായിരുന്നു. ചവറയുടെ അധികായനായ ബേബി ജോണിന്റെ ചരിത്രം. എൻ കെ പ്രേമേന്ദ്രന് പറയാനൊരു ചരിത്രമില്ല. അദ്ദേഹം ഈ നാവായിക്കുളം മേഖലയിൽ പ്രവർത്തിച്ചു വന്ന ഒരു നേതാവാണ്. പക്ഷേ എവിടെ തോടുണ്ടോ അവിടെ അദ്ദേഹം റോഡാക്കും, എവിടെ റോഡുണ്ടോ അവിടെ അദ്ദേഹം തോടാക്കും. അങ്ങനെ പ്രകൃതി സ്നേഹികൾക്കും അദ്ദേഹത്തെ ഇഷ്ടം, വികസനവാദികൾക്കും അദ്ദേഹത്തെ ഇഷ്ടം. പറഞ്ഞു വരുന്നത് എൻ കെ പ്രേമേന്ദ്രന്റെ ഒരു ഭാഗ്യത്തെക്കുറിച്ചാണ്. ഈ ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യമാണ്. ജയിച്ചാലും തോറ്റാലും മന്ത്രി, അതാണ് എൻ കെ പ്രേമേന്ദ്രന്റെ ഭാഗ്യം. നല്ല മനുഷ്യനാണ് എൻ കെ പ്രേമേന്ദ്രൻ, മനുഷ്യ സ്നേഹിയാണ് എൻ കെ പ്രേമേന്ദ്രൻ. ഒരുപാട് ബന്ധങ്ങളുള്ള നേതാവ്, ഒരുപാട് ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന നേതാവ്. അദ്ദേഹത്തെ കൊല്ലംകാർ ഹൃദയത്തോട് ചേർക്കുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലത്ത് അദ്ദേഹത്തെക്കാൾ ഉപരി മറിച്ചൊരു സ്ഥാനാർത്ഥിയില്ല. മുകേഷിനൊന്നും തൊടാൻ പോലും പറ്റില്ലെന്നേ പ്രേമേന്ദ്രനെ. അതൊക്കെ ഒരു സത്യമല്ലേ? മുകേഷിനെയൊക്കെ പിടിച്ച് വെറുതെ നേർച്ചക്കോഴിയാക്കി CPM നിർത്തിയെന്നല്ലാതെ മുകേഷിനൊന്നും എൻ കെ പ്രേമേന്ദ്രനെ തൊടാനുള്ള ഉന്നതിയൊന്നുമില്ല. മുകേഷ് സിനിമയെ അഭിനയിച്ചിങ്ങനെ നടക്കുന്ന CPMന്റെ ബാന്ധവം ഒരു മുതൽക്കൂട്ടാക്കി മാറ്റും. മുമ്പ് മുകേഷ് CPIയുടെ സ്ഥാനാർത്ഥിയാകാനൊക്കെ തീരുമാനിച്ചിരുന്ന കാര്യമൊന്നും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ് പ്രേക്ഷകരെ മുഷിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ജയിച്ചാലും തോറ്റാലും എൻ കെ പ്രേമേന്ദ്രൻ മന്ത്രിയാകും. ജയിച്ചാൽ ഇന്ത്യ മുന്നണിയുടെ ക്യാബിനറ്റ് മന്ത്രിയാകും, അല്ലെങ്കിൽ മോദിയുമായി കൈകോർത്ത് NDA സർക്കാരിന്റെ ക്യാബിനറ്റ് മന്ത്രിയാകും. RSP അല്പമൊന്ന് പിളരും. ഇനി പിളരാനൊന്നുമില്ല. അതുകൊണ്ടങ്ങ് പ്രേമേന്ദ്രൻ RSP ആയി മാറും, ഷിബു ബേബി ജോൺ RSP ആയി മറ്റൊന്നായി മാറും. ഇനി അബദ്ധവശാൽ എൻ കെ പ്രേമേന്ദ്രൻ തോൽക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് നൽകി അദ്ദേഹത്തെ മന്ത്രിയാക്കും. കാരണം RSPക്ക് ആകെ മൊത്തം ഒരാളുടെ പേര് മാത്രമേ പറയാവുള്ളൂ, എൻ കെ പ്രേമേന്ദ്രന്റെ പേര്. അതല്ല, NDA ആണ് പ്രതിപക്ഷമെങ്കിൽ NDA എൻ കെ പ്രേമേന്ദ്രനെ രാജ്യസഭാ സീറ്റ് നൽകി MP ആക്കും. ഇതാണ് പ്രേമേന്ദ്രന് കിട്ടിയ ഭാഗ്യം. ഈ ലോട്ടറി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. പ്രേമേന്ദ്രന് ലോട്ടറി അടിച്ചിരിക്കുക. ആ ലോട്ടറിയാണ് പ്രേമേന്ദ്രനെ ഇപ്പോ എന്താ പറയുക, സ്റ്റാറാക്കി മാറ്റുന്നത്. പൊളിറ്റിക്സ് കേരള ഈ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ അത് ശൈലജ ടീച്ചറല്ല, ഷാഫി പറമ്പിലല്ല, മറ്റുള്ള മണ്ഡലങ്ങളിലെ നമ്മുടെ തോമസ് ഐസക് മാഷല്ല, ശശി തരൂറല്ല. സ്റ്റാർ എൻ കെ പ്രേമേന്ദ്രനാണ്. എങ്ങനെ വീണാലും നാലുകാലിലെ എൻ കെ പ്രേമേന്ദ്രൻ വീഴൂ. എൻ കെ പ്രേമേന്ദ്രൻ റോഡിനെ തോടാക്കിയതും തോടിനെ റോഡാക്കിയതുമായ കഥകളുമായി അദ്ദേഹത്തിന്റെ ഫാൻസുകാർ രംഗത്തുണ്ട്. റോഡിനെ തോടാക്കി, തോടിനെ റോഡാക്കി, രണ്ടായാലും നല്ലതാണ്. റോഡിനെ തോടാക്കുമ്പോൾ തോടിന് പ്രകൃതി സ്നേഹികളുടെ കൈയടി കിട്ടും. തോടിനെ റോഡാക്കുമ്പോൾ റോഡിന് വികസനവാദികളുടെ കൈയടി കിട്ടും. എന്തായാലും പ്രേമേന്ദ്രന് ഒരു ബിഗ് സല്യൂട്ട്. ഇനി നമുക്ക് ഇന്ദ്രപ്രസ്ഥത്തിൽ കാണാം, അല്ലേ പ്രേമേന്ദ്ര?